അപ്പോൾ ഞാൻ സത്യൻ അന്തിക്കാട് എന്ന് പേര് വയ്ക്കുകയും ഞാൻ പാട്ടിയത്ത് വന്ന് അല്ലെങ്കിൽ കൂത്തുപറമ്പിൽ വന്ന് താമസിക്കുകയും ചെയ്താൽ ശരിയാവില്ലല്ലോ. നിങ്ങൾക്ക് സത്യം എന്ന് പേരിട്ടത് എന്തേ? അല്ല, ചെറിയ ഡൗട്ട് തോന്നിയുണ്ട്. വേറെ നിങ്ങൾക്ക് സത്യം എന്ന് പേരിട്ടത് എന്തേ? എന്താ കാര്യം? എന്താ? അല്ല, ചെറിയ ഡൗട്ട് തോന്നിയുണ്ട്. വേറെ നിങ്ങളുടെ പേര് സത്യം പറയാത്ത ഒരാളാണെന്ന് അല്ലല്ല, പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ആണോ നിങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യം? അത് ശ്രീനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് എന്താണ് ഒരു കുറവ്? കള്ളം എന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ കള്ളൻ അന്തിക്കാടുന്ന് വിട്ടുപോകാനല്ലോ. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. ആരായി പേരിട്ടത്? എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. പേരിട്ടത് അതിന് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുമ്പോൾ അതിനും സിനിമയായിട്ട് ചെറിയ ബന്ധമുണ്ട്. മനസ്സിലായില്ല. അമ്മ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു അത് മോഹനൻ പറഞ്ഞ പേരാണെന്ന് പറഞ്ഞു. മോഹനൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ സിനിമ ഭ്രാന്തനാണ്. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. സിനിമ ഏത് സിനിമ വന്നാലും കാണുക, ഫസ്റ്റ് ഇട പോയിട്ട് കണ്ട് വീട്ടിൽ വന്ന് അതിൻ്റെ കഥകൾ പറയും. അല്ലാതെ സിനിമ കണ്ടിട്ട് ഭ്രാന്തായ ആളല്ല. അല്ലല്ലല്ല. സിനിമയിലെ സത്യനോടുള്ള ആരാധന മൂത്തിട്ട് ചേട്ടൻ സജസ്റ്റ് ചെയ്ത പേരാണ് സത്യൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. അല്ല, സംവിധായകരും പ്രമുഖരായ പല നടീതടന്മാരും ഒക്കെ മദുരാശി പോലെയുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള നഗരങ്ങളിലാണല്ലോ ചേക്കേറിയിട്ടുള്ളത്. ഒരു വകതിരിവില്ലാത്ത മലയാളി. നിങ്ങൾ മാത്രം ഇങ്ങനെ അന്തിക്കാട് തന്നെ തങ്ങിയിരിക്കുകയാണ്. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? അന്തിക്കാട് തന്നെ താമസിച്ചാലേ സത്യൻ അന്തിക്കാടാവൂ എന്നുള്ള തോന്നലുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ഒരു നർമ്മത്തിൽ താല്പര്യമുള്ള ഒരു ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി ചെറുപ്പം മുതലുള്ളതാണോ അല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സ്വയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചതാണോ? ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. നർമ്മം ശ്രമിച്ചാൽ കിട്ടില്ല എന്ന് ശ്രീനിക്ക് അറിഞ്ഞൂടെ? നാളെ മുതൽ നമുക്കൊരു നർമ്മമുള്ള സിനിമ എടുക്കാം എന്ന് തീരുമാനിച്ചാൽ നർമ്മം കിട്ടൂല. ശ്രീനി തന്നെ ഇപ്പൊ പുറത്ത് എല്ലാവരും പറയുന്നത് കുറച്ച് സൽസ്വഭാവിയായി മാറി. എനിക്ക് തോന്നുന്നത് ബാലോപാലിന് ശേഷമാണെന്നാണ്. കാര്യം ഇപ്പൊ നമ്മളായിട്ടുള്ള സംസർഗ ഗുണമുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും മറ്റൊരാളിലേക്ക് പകരും. അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. അതല്ല, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് എനിക്ക് നിങ്ങളെ പരിചയമുള്ളതെന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വ്യക്തമായി ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. പുറമെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പുറമെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ശ്രീനിവാസൻ ഒരു മര്യാദക്കാരനാണെന്നുള്ളത്. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? അപ്പൊ അത് ഞാൻ പറയുന്നതാണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം. നല്ലോണം വേർക്കുന്നുണ്ട്. നമുക്ക് നിർത്താം.